എന്നും കഴിക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് ചപ്പാത്തി ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. അതുപോലെ തന്നെ എന്നും കഴിക്കുന്ന ഒരു മടുപ്പ് മാറുകയും ചെയ്യും കേട്ടോ. വളരെ സിമ്പിളാണ് ചെയ്യാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ചെയ്യുന്നത് നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കറിയൊന്നും ആവശ്യമില്ല. ഇത് ചുമ്മാ അങ്ങനെ കഴിച്ചാൽ മതി. ഇനി നമുക്ക് സാധാ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കുന്ന വരെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എരിവിന് നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ അവിടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കുറച്ച് ഉപ്പുമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മക്കളൊക്കെ കഴിക്കും പച്ചമുളക് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഞാൻ അതാണ് എടുക്കാത്തത്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിത് ഒരു 10 മിനിറ്റ് ഇത് മാറ്റി വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനൊരു 4 ബോൾസ് ആക്കി മാറ്റാം കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത്തിരിയും കൂടി ചപ്പാത്തിനേക്കാളും കൂടെ ഒന്ന് വലുപ്പത്തിലാണ് ഞാൻ പരത്തുന്നത്. കാരണം എൻ്റെ പാന് കുറച്ചുകൂടെ വലുതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് തിന്നാക്കി എടുക്കാനും പാടില്ല. ചപ്പാത്തിനേക്കാളും ഇത്രയും കൂടെ ഒന്ന് കട്ടിയിൽ കേട്ടോ. അപ്പോൾ അത് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഷേപ്പ് ഒന്നും പ്രശ്നമല്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ അത്രയും മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേറ്റ് ഈ മുട്ടയുടെ കൂട്ട് പകുതി ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാവരുടെയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെയായിട്ട് നിങ്ങൾക്ക് ചീസ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സ്ലൈസ്ഡ് ചീസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ പീസായി കട്ട് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ചീസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും നല്ലതാണ്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് വേറൊരു ചപ്പാത്തി വെച്ചിട്ട് സൈഡൊന്ന് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് അങ്ങ് ഒട്ടി കിട്ടും. ഇനി നമുക്കിത് അടിവശം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിടുമ്പോൾ ശ്രദ്ധിച്ച് തിരിച്ചിടുക കേട്ടോ. കാരണം ഉള്ളിൽ ആ വെള്ളം പോലെ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇനി തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇതിനൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇതിൽ ഞാൻ വേറെ എണ്ണയൊന്നും ആക്കി കൊടുക്കുന്നില്ല. ആദ്യം ഒഴിച്ച എണ്ണ തന്നെയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 സൈഡും തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു മാവ് കൊണ്ട് ഞാൻ 2 എണ്ണമാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാനിത് 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ. ഉള്ളിൽ നല്ല എന്താ പറയുക ആ ചീസൊക്കെ മെൽറ്റായി നല്ല ജ്യൂസി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട, ചുമ്മാ ചായയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.